നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വേഗത്തിൽ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത് പാകിസ്ഥാനേക്കാൾ ഇരട്ടി ആയുധങ്ങൾ. ലോകരാജ്യങ്ങൾക്ക് ആണവായുധങ്ങളോടുള്ള പ്രിയം വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ട്. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം. ഇസ്രായേലിലേക്ക് മിസൈൽ വർഷിച്ച് ഇറാൻ നഗരങ്ങളിൽ സ്ഫോടനം നടത്തി തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇറാനെ ചാരമാക്കുമെന്ന് മുന്നറിയിപ്പ്. ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ ഇറാൻ. ഇറാനിലെ ഇന്ത്യക്കാരോട് മടങ്ങാൻ നിർദ്ദേശം. രാജ്യത്തേക്കുള്ള യാത്രയും നിരോധിച്ച് ഇന്ത്യൻ എംബസി. വ്യോമപാത അടച്ച ഇറാഖ്. ഗൾഫ് രാജ്യങ്ങളോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ച് അമേരിക്ക. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പലയിടങ്ങളിലും വൻ നാശം. തിരുവനന്തപുരത്ത് പട്ടം ഗേൾസ് സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞു വീണു. കോന്നി കൂടൽ ഗവൺമെന്റ് സ്കൂളിന് മുകളിലേക്ക് ആൽമരം പിഴുതു വീണു. നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ വെള്ളക്കെട്ട്. KSRTCയിലെ വനിതകളുടെ സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ, പിന്നീട് മറ്റ് ബസ് സർവീസുകളിലേക്കും വ്യാപിപ്പിച്ചേക്കും. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ EDയുടെ അപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചേക്കും. SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ തേടി ED. 134 സുപ്രധാന രേഖകൾ വേണമെന്ന ആവശ്യം. വീണയുടെ IT റിട്ടേണിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഹർജിയിൽ വിശദമായി വാദം കേൾക്കാൻ ഹൈക്കോടതി. പരാതി മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഭരണനിർവഹണ വിഭാഗത്തിന് പരാതി നൽകിയോ എന്ന് ആരാഞ്ഞ് സിംഗിൾ ബെഞ്ച്. നേതൃത്വത്തിന് തലവേദനയായി KPCC പുനഃസംഘടന. അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് 10 നേതാക്കൾ. 5 MPമാരും രംഗത്ത്. മുഴുവൻ സമയ ചുമതലയുള്ള അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. സുധാകരന്റെ പിണറായി വിമർശനത്തിൽ കടുത്ത എതിർപ്പുമായി CPM നേതാക്കൾ. ഒരു കുപ്പി കള്ളിന് ആരെയും തെറിവിളിക്കുന്ന കോമാളിയായി സുധാകരൻ മാറിയെന്ന് സലാം. അഭിനവ പാഷാണം വർക്കിയെന്ന് CB ചന്ദ്രബാബു. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI പ്രവർത്തകർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ. റിബേഷ് രാമകൃഷ്ണനും മനീഷിനെയും അതുലിനെയും ചോദ്യം ചെയ്തു. ഇവർ റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ. TMCയിലെ പ്രതിസന്ധി പാർലമെന്ററി പാർട്ടിയിലേക്കും. പാർട്ടി രാജ്യസഭാംഗം സുഖേന്ദു റോയ് സ്ഥാനം രാജിവെക്കും. കൂടുതൽ അംഗങ്ങൾ രാജിക്ക്. 20 ലോക്സഭാ MPമാരുമായി ചർച്ച നടത്തി BJP. തെക്കൻ ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വേഗത്തിൽ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ആയുധ ഇറക്കുമതിയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യ ലോകത്തിലെ സൈനിക ചെലവിൽ 5ാം സ്ഥാനത്തും തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടി ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലോകരാജ്യങ്ങൾക്ക് ആണവായുധങ്ങളോടുള്ള പ്രിയം വർദ്ധിക്കുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു. സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, പുതിയ ലോകക്രമമാണ്, പുതിയ ലോക സാഹചര്യമാണ്. നമുക്കറിയാം നിരവധി ഭീഷണികൾ അഭിമുഖീകരിക്കുന്നുണ്ട് രാജ്യങ്ങൾ. ഇപ്പോൾ അത് ആയുധം കൊണ്ട് പരിഹരിക്കാമെന്നുള്ള നീക്കത്തിലാണോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതാണ് സാഹചര്യം. പുതിയ ലോകക്രമം, യുദ്ധത്തോടുള്ള ലോകരാജ്യങ്ങളുടെ കമ്പം വർദ്ധിക്കുന്നു എന്നതാണ് പുതിയ കണ്ടെത്തൽ.
സ്വീഡിഷ് ആസ്ഥാനമായുള്ള സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഫൗണ്ടേഷനാണ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തുന്നത്. അവരുടെ ഒരു പുറത്തുവിടുന്ന ഇയർ ബുക്കിലാണ് സുപ്രധാനമായ ചില സാഹചര്യങ്ങളുള്ളത്. യുദ്ധത്തിനോടുള്ള ശീതസമരത്തിന് ശേഷം, ലോകം മുഴുവൻ നിന്നിരുന്ന ആ ശീതസമരത്തിന് ശേഷം യുദ്ധത്തിനോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രിയം കുറയുന്നു എന്നതായിരുന്നു കണക്ക്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. അത് യുദ്ധത്തിനോടുള്ള പ്രിയം കൂടുകയാണ്. പലയിടങ്ങളിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ, യുക്രൈൻ റഷ്യ വാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഇതോടുകൂടി ആയുധങ്ങൾ സംഭരിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ഭ്രമം വർദ്ധിക്കുന്നു. അതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം ന്യൂക്ലിയർ വെപ്പൺ, ആണവായുധങ്ങളോടുള്ള കമ്പം ലോകരാജ്യങ്ങളുടെ വർദ്ധിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ കണക്ക് നമുക്ക് ആദ്യം തന്നെ പരാമർശിച്ചു പോകാം. ഇന്ത്യ ആണവ ആയുധങ്ങളും ആണവ ശേഷി സംഭരിക്കുന്നതിലും ഒരു ലോകരാജ്യങ്ങൾക്ക് മുന്നിലും സമാന്തര ശക്തിയാവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയെ മുന്നിൽ കണ്ട് ചില കൃത്യമായ കരുതലും ശേഖരവും നമ്മൾ നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ നമ്മൾ ബഹുദൂരം മുന്നിലാണ് എന്ന കണക്കെടുപ്പ് കൂടി ഇതിൽ വരുന്നത്. എല്ലാ ലോക രാജ്യങ്ങളുടെയും റീജിയണൽ അടിസ്ഥാനത്തിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ആയുധ ശേഖരവും സംബന്ധിച്ച്, യുദ്ധ കണക്കുകൾ സംബന്ധിച്ച് വിശദമായ ഒരു കണക്ക് പുറത്തുവിടുന്നത്. അതിലാണത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നത്. നമുക്ക് ആണവായുധങ്ങളുടെ കണക്കിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമാണിത്. നോക്കൂ, ലോകത്തിലെ പ്രധാനപ്പെട്ട ആണവ ശക്തികളും അവർ സംഭരിച്ചിട്ടുള്ള ആണവായുധ കണക്കുകളുമാണ്. അമേരിക്കയുടെ കണക്ക് നോക്കുക, 5042 ആണവ ശേഖരമുണ്ട്. ഇതിൽ ഈ റെഡ് മാർക്കിൽ ശേഖരിച്ചിരിക്കുന്നത് അവർ അത് ആയുധമായി മിലിറ്ററി ഓപ്പറേഷൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന എണ്ണമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. UK വരുമ്പോൾ നോക്കൂ, 225 ആയുധങ്ങൾ അതിൽ ഈ റെഡ് മാർക്കിൽ കാണിക്കുന്നത് അവർ സൈനിക മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കി വരിക്കുന്നു. ഫ്രാൻസിന് 370, ഇസ്രയേലിന് 90 എണ്ണമാണുള്ളത്. പക്ഷേ ഒന്നും അവർ മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കിയിട്ടില്ല. പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന് 170, പക്ഷേ ഒന്നും അവർ മിലിറ്ററി ഓപ്പറേഷൻ സജ്ജമല്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് 190 ആണ്. അതിൽ നമ്മൾ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ സൈനിക യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ചൈനയുടെ കണക്ക് നോക്കുമ്പോൾ നോക്കൂ, ചൈനയുടെ എണ്ണം 620. ചെറിയ കാലയളവിൽ ചൈന ആണവായുധങ്ങൾ കൂടുതലായി സംഭരിക്കുന്നു എന്നതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ കണക്കേക്ക് നോക്കുമ്പോൾ റഷ്യയാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ സംഭരിക്കുകയും ഒപ്പം തന്നെ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യമെന്നതാണ് ഈ കണക്കിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത. മറ്റൊരു കാര്യം, നമുക്കിതിലുള്ള ഒരു കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഗ്രാഫിൽ കാണിച്ച കണക്കിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ്. അതിലിൻ്റെ ഇന്ത്യയുടെ കണക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് 12 ആയുധങ്ങളാണ്. അതേസമയം 190 നമ്മുടെ കൈവശമുള്ളത്. പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനും ഒന്നും ഡിപ്ലോയ് ചെയ്തിട്ടില്ല, പക്ഷേ 170 അവരുടെ കൈവശമുള്ളത്. അപ്പോൾ 170, 190 ആ ഡിഫറൻസിൻ്റെ ഒരു വലിയ ഹൈപ്പ് നമുക്കുണ്ട്. ഇനിയും ഈ ലോകരാജ്യങ്ങളുടെ ആയുധ സംഭരണത്തിൻ്റെ കണക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ലോകത്ത് ഈ പണം സൈനിക ആയുധങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിൽ 5ാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ. അത് കുറേ വർഷങ്ങളായ ആ സ്ഥാനത്താണ്, അതിപ്പോഴും നമ്മൾ തുടരുന്നു. മറ്റൊരു കണക്കിലേക്ക് പോകുമ്പോൾ രസകരമുണ്ട്, അതിൽ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ സംഭരിച്ച ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം. യുക്രൈന് ശേഷം ഇന്ത്യയാണ് ഏറ്റവും അധികം സംഭരിച്ചിരിക്കുന്നത് എന്ന കണക്ക് കൂടി ഇതിൽ പുറത്തു വരുന്നത്. അതേസമയം ഏറ്റവും അധികം ആയുധങ്ങൾ വിറ്റ രാജ്യം, മറ്റു രാജ്യങ്ങൾക്ക് വിപണനം നടത്തിയ രാജ്യം അമേരിക്കയാണ്. 2ാം സ്ഥാനത്ത് ഫ്രാൻസാണ് എന്ന കണക്കുമുണ്ട്. മറ്റു രാജ്യങ്ങളുടെ ലോകക്രമങ്ങളും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ലോകത്ത് യുദ്ധത്തിനോടുള്ള ഭ്രമം വർദ്ധിച്ചു വരികയും സൈനിക സംഭരണത്തിന് വേണ്ടി, സൈനിക ശേഷി സംഭരണത്തിന് വേണ്ടി കൂടുതൽ ആളുകൾ അതിന് തയ്യാറെടുക്കുന്നു എന്ന സൂചകം കൂടിയാണ്. വെസ്റ്റ് ഏഷ്യ സംഘർഷങ്ങളുടെ ഇടയിൽ കൂടി ഏറ്റവും പ്രസക്തമായ റിപ്പോർട്ടാണിപ്പോൾ ഇവർ പുറത്തുവിടുന്നത്. TG സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാകിസ്ഥാനേക്കാൾ ഇരട്ടി ആയുധങ്ങൾ, ഇരട്ടി ആണവായുധമടക്കം ഇന്ത്യ സംഭരിക്കുന്നു. നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അത്തരം നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ വൻ യുദ്ധഭീഷണി. ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ തുടർച്ചയായി മിസൈലുകൾ വർഷിക്കുന്നു. ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. യുദ്ധത്തിന് പൂർണ്ണമായും സന്നദ്ധരാകണമെന്ന നിർദ്ദേശം അമേരിക്കൻ സേനയ്ക്ക് വൈറ്റ് ഹൗസ് നൽകി. ഇതിനിടെ ഇറാനിലെ ഇന്ത്യക്കാരോട് മടങ്ങാൻ നിർദ്ദേശം നൽകിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. രാജ്യത്തേക്കുള്ള യാത്രയും ഇന്ത്യൻ എംബസി നിരോധിച്ചു. ഒപ്പം ഇറാനിലേക്കും ഇസ്രായേലിൻ്റെ വലിയ ആക്രമണമുണ്ടായി. ഇറാനിലെ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് കാര്യങ്ങൾ. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇടയ്ക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു, പാകിസ്ഥാനും മറ്റുമൊക്കെ ഇടപെട്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ വൃഥാവിലാവുകയാണ്. മനസ്സിലാക്കേണ്ടത്, ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത്.
രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമാധാന കരാർ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ വീണ്ടും നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത് ലെബനനെ ആക്രമിക്കരുത്, ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തരുത്, അത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇറാൻ കൊണ്ടുവന്നൊരു ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗങ്ങളിലേക്ക്, ആ പ്രവിശ്യകളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ ലക്ഷ്യം കണ്ടു എന്ന അവകാശവാദം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. IRGCയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അവകാശവാദം വരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ അയൺ ഡോം കൊണ്ട് പ്രതിരോധിച്ചു എന്ന വാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയുടെ ഇക്കാര്യത്തിലെ ഇടപെടലും നിർണായകമാണ്. യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറിയിട്ടുള്ളത്. അതേസമയം അമേരിക്കൻ സേനാ വിഭാഗങ്ങളോട് സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശവും വൈറ്റ് ഹൗസ് നൽകിയിട്ടുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ്. എന്നാൽ അൽ ഉദൈദ് എന്ന സൈനിക കേന്ദ്രം, അമേരിക്കയുടെ സൈനിക താവളമാണ്, ഖത്തറിലെ ഏറ്റവും വലിയ വ്യോമ കേന്ദ്രമാണ്. അത് പൂർണ്ണമായി തകർത്തുകൊണ്ടുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ ഇറാനിലേക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ടെഹ്റാൻ ഉൾപ്പെടെ 3 നഗരങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അവിടെ വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം വീണ്ടും ഒരുങ്ങുന്നു. തെക്കൻ ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം, 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. ഫിലിപ്പൈൻസ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പുമുണ്ട്. ദൃശ്യങ്ങൾ ഏറെ ഭീതിജനകമാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. Bantay mo, anak. Bantay mo, Diate. Lingkod lang, lingkod lang. Lingkod lang. Lingkod lang. Lingkod lang. Lingkod. Lingkod lang. Lingkod lang. അനുശ്രീ വിവരങ്ങളുമായി ചേരും. അനുശ്രീ, സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ നിലവിലുണ്ടോ? മറ്റ് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കടലിൻ്റെ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? ഫിലിപ്പൈൻസിൽ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയോടെയാണ് മിൻഡാവോ ദ്വീപിൻ്റെ തെക്കൻ തീരത്തിന് സമീപം ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തിയത്. 8.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായത്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്കൂളുകളും കെട്ടിടങ്ങളും അടക്കം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അവിടെ സുനാമി മുന്നറിയിപ്പുണ്ട്. സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഫിലിപ്പൈൻസ്, ജപ്പാൻ എന്നിവിടങ്ങളിലാണ്. നേരത്തെ ഇന്തോനേഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ്. മറ്റു 2 ഇടങ്ങളിലെ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കാൻ അവിടുത്തെ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഭൂകമ്പമാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കെട്ടിടങ്ങളടക്കം നിലം പതിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ 8.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് ശേഷവും മറ്റു ചില ഭൂചലനങ്ങൾ അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് 6.1, 6.7 തീവ്രത രേഖപ്പെടുത്തിയ നിരവധി ഭൂചലനങ്ങൾ അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടുത്തെ ആളുകളോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കാനാണ് അവിടുത്തെ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്ന ഈ ഭൂചലനം ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീതിയേറിയതായിരുന്നു, ഏറ്റവും ഭീകരമായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന വിവരം. പൊതുവെ ഈ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഫിലിപ്പീൻസ്, ജപ്പാൻ പോലുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ഭൂചലനങ്ങൾ അനുഭവപ്പെടുന്നതുമാണ്. എന്നാലും ഇത്രയും തീവ്രതയേറിയ ഭൂചലനം അനുഭവപ്പെടുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ
ആ ഭാഗങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ 3 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം പുരോഗമിക്കുകയാണ്. ഇതൊക്കെ പൂർണ്ണമായതിനു ശേഷം മാത്രമേ എത്രത്തോളം മരണം അവിടെ സംഭവിച്ചു, എത്രത്തോളം ആളുകൾക്ക് പരിക്കേറ്റു, എത്രത്തോളം നാശനഷ്ടം ആ ഭാഗങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ പുരോഗമിക്കുകയാണ്. നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മമതാ ബാനർജി, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, സുപ്രിയ സുലെ, ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി തുടങ്ങിയ നേതാക്കൾ യോഗത്തിലെത്തിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസിന്റെ വ്യാജ പ്രചാരണം ശക്തമായി ഉന്നയിക്കുമെന്നും കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ പാലിക്കണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ പല നിലപാടുകളും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് വിഘാതമുണ്ടാക്കുന്നു എന്നും വിമർശനമുണ്ട്. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇപ്പോൾ പല ഭിന്നതകൾക്കിടയിലാണ് ഈ യോഗമെന്ന് മനസ്സിലാക്കാം. പല പാർട്ടികളും വിട്ടുനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പല പാർട്ടികളും രൂപീകരണ സമയത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നില്ല. ഉള്ളവർ തന്നെ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണ് സാഹചര്യം? രഞ്ജിത്ത്, പൊതുവെ ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു നിലപാട് ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി സഖ്യം കൂടാനൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായത്. പക്ഷേ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഏതായാലും CPM വലിയ ഒരു വിമർശനം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിൽ വന്ന് CPM BJP ബാന്ധവമുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു. ജോൺ ബ്രിട്ടാസ് MP ആണ് CPMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ വിഷയം ശക്തമായി മുന്നണിയിൽ ഉന്നയിക്കും എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു. ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ ആകില്ല. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. മാത്രമല്ല, കോൺഗ്രസ്സിന് ഈ മുന്നണിക്ക് നേതൃത്വം നൽകാൻ കഴിയുമോ എന്ന ആശങ്ക CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് അല്ലാത്ത മറ്റാരെങ്കിലും ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് മുന്നണിയിൽ ഒരു വിഭാഗം കണക്കുകൂട്ടുന്നു. അത്തരം വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള വിമർശനമാണ്. SIR ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ, അതുപോലെ സർക്കാരിൻ്റെ വിദേശകാര്യ നയം, ഇതെല്ലാം BJPക്കെതിരെ ഒരു വിമർശന ആയുധമായി ഉന്നയിക്കണം എന്ന നിലപാട് മല്ലികാർജ്ജുൻ ഖർഗെ സ്വീകരിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ച ഇന്ത്യ മുന്നണി ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന നിലപാട് എടുക്കുന്നു. പക്ഷേ ഇതിൽ ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പിന്തുണ ഉണ്ടാകും എന്ന ഒരു സംശയം നിലനിൽക്കുകയാണ്. കാരണം DMK ഒരു പ്രബല കക്ഷി ദക്ഷിണേന്ത്യയിലെ DMK മുന്നണിയിൽ നിന്ന് മാറുന്നു. ഏതായാലും NCP ശരത് പവാർ വിഭാഗം യോഗത്തിലെത്തി എന്നത് ഒരു ആശ്വാസം അവർക്ക് പറയുന്നുണ്ട്. ശരത് പവാർ വിഭാഗം പ്രധാനമായും ഈ സാമ്പത്തിക പ്രതിസന്ധികളും അതുപോലെ തൊഴിലില്ലായ്മയും അഴിമതിയും രൂക്ഷമായി ഉന്നയിക്കണം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ ശക്തമായി ഇന്ത്യ മുന്നണിയിൽ ഉണ്ട്. ബന്ധുരാജിനെതിരെ ഒരു സമരപ്രഖ്യാപനം വേണമെന്നാണ് അഖിലേഷ് യാദവിനെ പോലുള്ളവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഈ വരാനിരിക്കുന്ന 2029 തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ ഇന്ത്യ മുന്നണി കഴിയണം എന്ന് പറയുന്നു. ഉത്തർപ്രദേശിൻ്റെ ഡെപ്യൂട്ടി CM ഇന്ത്യ ബ്ലോക്ക് ഒരു പവർ ഹംഗ്രി നേതാക്കളുടെ മാത്രം സംഘടനയാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചിരിക്കുന്നു. അതായത് അധികാര തൽപരരായ ഒരു കൂട്ടം ആളുകളുടെ മാത്രം ഒരു യോഗമാണ് നടക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു അജണ്ടയോ ഒരു ഐക്യമോ ഇല്ല എന്ന ആക്ഷേപം BJP പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുന്നു. ഇതിന് ഒരു രാഷ്ട്രീയമായ ഒരു ഐക്യമില്ല, കടലാസിലുള്ളൊരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ മുന്നണി യോഗം ഏത് തരത്തിൽ പര്യവസാനിക്കുമെന്ന് എല്ലാവരും സഗൗരവം ഉറ്റുനോക്കുകയാണ്. 2029 തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്താർജിക്കാൻ കഴിയുമോ എന്ന് എല്ലാവരും ആശങ്കയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നു. രഞ്ജിത്ത്, മനു ഭരത് വിവരങ്ങൾ പങ്കുവച്ചു. തൃണമൂൽ കോൺഗ്രസ് MP സുഖേന്ദു ശേഖർ റേ രാജ്യസഭാംഗത്വം രാജിവെച്ചു. പാർട്ടി വിട്ടതിനെ തുടർന്നാണ് നടപടി. പശ്ചിമബംഗാളിലെ ഒരു വലിയ വിഭാഗം MLA-മാരുടെ കലാപത്തെ തുടർന്ന് പാർട്ടി വലിയ ആഭ്യന്തര പ്രതിസന്ധി നേരിടുമ്പോഴാണ് പുതിയ സംഭവവികാസം. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജ്യസഭയിൽ നിന്നും രാജിവെച്ച് ജനങ്ങളുടെ വിധി അംഗീകരിക്കുന്നുവെന്നും സുഖേന്ദു ശേഖർ റേ പറഞ്ഞു.
ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉപകരണങ്ങൾ തെന്നി നീങ്ങിയ അപകടത്തിൽ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ കാറ്റിലും കനത്ത മഴയിലും ഗ്രൗണ്ട് സപ്പോർട്ട് ഉപകരണങ്ങൾ അഴിഞ്ഞു മാറി പാർക്ക് ചെയ്തിരുന്ന വിമാനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ടെർമിനൽ 2-ന് സമീപമുള്ള പാർക്കിംഗ് ബേകൾ ഉണ്ടായിരുന്ന 3 എയർ ഇന്ത്യ വിമാനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ വിശദമായി വാദം കേൾക്കാമെന്ന് ഹൈക്കോടതി. ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതി ഭരണനിർവഹണ വിഭാഗത്തിന് പരാതി നൽകിയോ എന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ഈ ഹർജിയുടെ ഗൗരവം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകേണ്ടത്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് തന്നെ വിശദമായ വാദം കേട്ട് അതിൽ കോടതിയുടെ തീരുമാനം അറിയാനുള്ള സാധ്യത ഏറെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടിക്ക് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷക ബൃന്ദ ഗ്രോവറാണ് ഹാജരായിരിക്കുന്നത്. അതേസമയം കോടതിയുടെ ഭരണനിർവഹണ സമിതിക്ക് പരാതി നൽകിയിരുന്നോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നേരത്തെ തന്നെ നടി ഈ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നതെന്ന്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇതിൽ അന്വേഷണം നടത്തിയതും. 3 പേർ, അതായത് എറണാകുളം അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ശിരസ്താർ താജുദ്ദീൻ, അതുപോലെ കോടതി ക്ലർക്ക് സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ തുടങ്ങിയ 3 പേർ വിവിധ സമയങ്ങളിൽ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചു എന്ന് കണ്ടത് അതിന് ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട് എന്നുള്ളതും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നതാണ്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതുമാണ്. പക്ഷേ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജസ്റ്റിസ് ഹണിയം വർഗീസ് ആയിരുന്നു ഈ കേസ് ഇത് അന്വേഷിച്ചിരുന്നത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ ഇവരുടെ സഹപ്രവർത്തകരായതുകൊണ്ട് കോടതിയിലെ ആളുകൾ തന്നെ ആയതുകൊണ്ടും അതിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നടിയുടെ പരാതി. അതായത് സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നീക്കമാണ് ജഡ്ജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ അപ്പോൾ നൽകിയത് ഒരു ഉപഹർജിയായിട്ടാണ് നൽകിയത്. പക്ഷെ ഉപഹർജി സാങ്കേതിക കാരണം കൊണ്ടാണ് ഹൈക്കോടതി തള്ളുകയും ഉപഹർജി അല്ലാതെ ഹർജിയായി ഒരു പ്രധാനപ്പെട്ട ഹർജിയായി തന്നെ അത് ഫയലിൽ സ്വീകരിക്കാം എന്ന് കോടതി ഒന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ അതിനിടയിലാണ് ഈ വിധി പ്രസ്താവം വരുന്നതും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധി ഉണ്ടാവുന്നത് ആ സമയത്താണ്. ഡിസംബറിൽ അതിന്റെ അന്തിമ വിധി വരുമ്പോൾ കുറ്റക്കാരായ ആളുകൾക്കെതിരെയുള്ള ശിക്ഷാവിധി കുറഞ്ഞുപോയി എന്നുള്ളതും ചില ആളുകളെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കിയ നടപടിയും ാണ് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്വേഷണം വേണം, അതിനെ SIT അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി കോടതിയിലെത്തിയിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ബെന്നി തോമസ് രാജിവെച്ചത് വിവാദങ്ങൾ ഒഴിവാക്കാനെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജി ബെന്നി തോമസിന്റെ സ്വന്തം തീരുമാനപ്രകാരമാണ്. നിയമനത്തിൽ നിയമപ്രശ്നങ്ങളില്ല. ബെന്നി തോമസിനെ പോലെ ഒരാളെ തനിക്ക് വകുപ്പിൽ ആവശ്യമായിരുന്നു, എന്നാൽ രാജി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ എന്ന ചോദ്യത്തിൽ നിന്ന് സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറി. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ വനിതകൾക്കായി നടപ്പാക്കുന്ന സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ, പിന്നീട് ഓർഡിനറിക്ക് പുറമെ മറ്റു ബസ് സർവീസുകളിലേക്കും വ്യാപിപ്പിച്ചേക്കും. 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. ഇതിനുശേഷം ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ ബസ്സുകളിലേക്ക് സൗജന്യം വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. യുടെ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളും ഇപ്പോൾ കടന്നു കഴിഞ്ഞു. വരുന്ന 15-ാം തീയതി ഇത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ ട്രാൻസ്ജെൻഡറുകൾക്കും ഈ ഒരു പദ്ധതിയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 700 കോടിയിലധികം രൂപ ഒരു വർഷം ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവാകുമെന്നാണ് ഇപ്പോൾ
ഏകദേശ കണക്ക് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ അതിനൊരു വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തിനായാലും അതൊരു അധിക ബാധ്യത KSRTCയുടെ തലയിൽ കെട്ടിവെക്കുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ടത്തിലേക്ക്, അതായത് 15-ാം തീയതിയാണ് ഇത് ആരംഭിക്കുക എന്ന് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ജനറൽ ടിക്കറ്റിംഗ് അടക്കം നടപ്പിലാക്കിയിരുന്നു. എന്തിനായാലും ഓർഡിനറി ബസ്സിൽ തന്നെയാണ് ഇത് നടപ്പിലാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അതായത് ഇതിൻ്റെ ഒരു എത്രത്തോളം ഇത് പ്രാവർത്തികമാകാൻ പറ്റുമെന്ന കാര്യങ്ങളടക്കം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മറ്റ് സർവീസുകളിലേക്ക് ഇത് നടപ്പിലാക്കുക. ഗതാഗത മന്ത്രിയുടെ പ്രതികരണത്തിൽ തന്നെ മനസ്സിലായത് അത് ഈ ഒരു ധനവകുപ്പുമായി കൂടിയൊരു കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. 712 കോടി രൂപ ഓർഡിനറി മാത്രമാണെങ്കിൽ 1300 കോടി രൂപ വരെ എല്ലാറ്റിലും ആണെങ്കിൽ, ഇതാണ് എൻ്റെ രണ്ട് വ്യത്യാസം. അപ്പോൾ അതിൽ നമുക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കുക. ഏത് തീരുമാനം എടുത്താലും ഗവൺമെൻറ് അത് സബ്സിഡൈസ് ചെയ്യും. ബുധനാഴ്ച നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത്. അതിൻ്റെ ഭാഗമായി തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഒപ്പം ഇത് ഇരുത്തിവെക്കുന്ന അധിക ബാധ്യതയും അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സർക്കാരിന് ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷം, അതായത് ഓർഡിനറി ബസ്സുകളിൽ ഇത് പ്രാവർത്തികമാക്കിയതിന് ശേഷം മറ്റ് സർവീസുകളിലേക്ക് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു പഠനം കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്കു സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നു വീണത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. കുളത്തൂർ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിന് സമീപം കോൺക്രീറ്റ് ഭിത്തി പൊളിഞ്ഞ് വീണു. ഭിത്തി പൊളിഞ്ഞതോടെ സമീപത്തെ വീടും ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. കുളത്തൂർ സ്വദേശി ബിനുമോൻ്റെ വീടാണ് അപകടത്തിൽ പെട്ടു നിൽക്കുന്നത്. വീട്ടിൽ മോൻ തുറന്നുണ്ടായിരുന്നു, ഇവരിപ്പോ എന്താ പറയുന്നത്? ഇവരിപ്പോ വന്നിട്ട് പറഞ്ഞാൽ വീട് മാറാൻ സൗകര്യം തരാം, വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇടിച്ച് മാറ്റിയിട്ട് വീട് ഇവിടെ ചേരാൻ പറഞ്ഞിട്ടുണ്ട്. കനത്ത മഴയിൽ നെടുമങ്ങാട് KSRTC ഡിപ്പോയിൽ സ്റ്റോർ റൂമിലടക്കം വെള്ളം കയറി വൻ നാശനഷ്ടത്തിന് ഇടയാക്കി. കനത്ത മഴയിൽ കാസർഗോഡ് കുമ്പളയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കുമ്പള കഞ്ചിക്കട്ടയിലെ സുരേഷിന്റെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കോന്നി കൂടൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് വലിയ ആൽമരം പിഴുതു വീണു. പുലർച്ചെ ഉണ്ടായ കാറ്റിലാണ് ആൽമരം പിഴുതു വീണത്. ക്ലാസ് മുറികളിലേക്ക് കുട്ടികൾക്ക് കയറാൻ സാധിക്കാത്ത വിധത്തിലാണ് മരം വീണ് കിടക്കുന്നത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ആക്രമണത്തിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാതെ മൃതദേഹം തിരികെ ഏറ്റെടുക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ ഭാവിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശിയായ മാരി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകനെ സ്കൂളിൽ അയക്കാൻ പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനകളെ കാണാൻ ഇവർക്ക് സാധിച്ചില്ല. സംഭവത്തിൽ പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. മാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും തുടർ നടപടികൾക്കുമായി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. പിന്നീട് ചർച്ചയെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കിയിലേക്ക് കൊണ്ടുപോയത്. ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാതെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന് തീരുമാനം ആയിട്ട് മാത്രമേ ഞങ്ങൾ ആ ബോഡി മേടിക്കത്തുള്ളൂ.
അതിനുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം. മൂത്ത കുട്ടിക്ക് കുഴപ്പമില്ലാതെ കമ്പനി ആശുപത്രി തന്നെയുണ്ട്, ഇളയ കുട്ടീനെ അടിമാലിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ ചികിത്സ, ഭാവി തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഉറപ്പുകിട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ രീതിയിൽ ഇത് തുടരുന്നത് ശരിയാകത്തില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. മാത്രമല്ല, ഈ മരണപ്പെട്ടു പോയ ഇവർക്കും കുട്ടികൾക്കും അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യം. മാത്രമല്ല, തുടർന്നുള്ള കാട്ടാനയുടെ ശല്യത്തിൽ നിന്നും ഇവിടുത്തെ ജനസമൂഹത്തിന്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലകളിൽ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട് ആനകൾ. ഇതെല്ലാം വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വനം വകുപ്പ് ഉത്തരവാദിത്വപരമായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാനാക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികിട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകൾ. വർഷങ്ങൾക്ക് മുൻപ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ കാടുകടത്തിയപ്പോൾ മറ്റ് ഒറ്റയാന്മാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ആനകളുടെ സാന്നിധ്യം എവിടെയെന്ന് അറിയുന്നതിന് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കാർഷിക ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. പരിഹാരം ഇവിടെ കിട്ടിയിട്ട് ഈ ബോഡി ഇവിടെ എടുപ്പിക്കുള്ളൂ. അല്ലാതെ ഒരു തീരുമാനം എഴുതി തന്നിട്ട് വാക്കാല പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതി ഇവരെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലോ എന്ന് രണ്ടിലൊന്നും അറിഞ്ഞാൽ മതി. എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടുള്ളൂ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉറച്ച തീരുമാനം. RRTക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളും കൊടുത്തില്ല. റബ്ബർ ബുള്ളറ്റ് DFOഡയിൽ, ഗണ്ണ് DFOഡയിൽ, ഇവന്മാർ ഈ അക്രമശക്തമായ 3 ആനനെ ഏത് രീതിയിൽ ഇവന്മാർ ഓടിക്കും? അപകടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരം വാഗ്ദാനമല്ലാതെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ വാഴാനിയിൽ കാട്ടാന മത്സ്യത്തൊഴിലാളികളുടെ കുട്ടവഞ്ചി തകർത്തു. ഹരിജൻ ഗിരിജൻ വെൽഫെയർ സഹകരണ സംഘത്തിലെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന 2 കുട്ടവഞ്ചികളാണ് തകർത്തത്. ഉപജീവന മാർഗമായ വഞ്ചി തകർന്നതോടെ കൂടുതൽ തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പാലക്കാട് തച്ചമ്പാറയിൽ വീണ്ടും പുലി ഇറങ്ങി. മച്ചാൻതോട് സ്വദേശി റജി സെബാസ്റ്റ്യന്റെ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നു. 4 മാസങ്ങൾക്ക് മുൻപും റജിയുടെ മൂരിക്കിടാവിനെ പുലി പിടിച്ചിരുന്നു. തിരുവനന്തപുരം കട്ടച്ചലിൽ തെരുവുനായ ആക്രമണത്തിൽ വയോധികന്റെ കണ്ണിന് ഗുരുതര പരിക്ക്. വീടിന് സമീപത്ത് വെച്ച് തെരുവുനായക്കൾ കൺപോള കടിച്ചെടുക്കുകയായിരുന്നു. മുഖത്തും ചുണ്ടിലും പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. തിരുവനന്തപുരം നഗരസഭയിലെ പാങ്ങോട് വാർഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന തെരുവുനായാക്രമണത്തിൽ ഗൃഹനാഥന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ കണ്ണിന്റെ പോള നായയുടെ ആക്രമണത്തിൽ തകർന്നു പോവുകയും ഒപ്പം തന്നെ ചുണ്ടിനും മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവനായി പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കടയിൽ പോകാനെ കൊണ്ട് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയപ്പോൾ ആ റോഡിൽ കുറേ പട്ടി കിടക്കുന്നായിരുന്നു. അങ്ങനെ അതിൽ ഒരു പട്ടി ചാടി കടിച്ചതാണ്. കണ്ണില്ല, കണ്ണങ്ങ് അടഞ്ഞു പോയി, കണ്ണ് മൊത്തം കടിച്ചെടുത്ത്. അപ്പോൾ ഇനി കണ്ണ് തുറന്നാലും കണ്ണടയ്ക്കാൻ പറ്റൂല, തുറന്നേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ്. ഈ നായശല്യം ഒന്ന് ഒഴിവാക്കിയിട്ട് കോർപ്പറേഷൻ, ഞാൻ കൗൺസിലറായിട്ട് സംസാരിച്ചു. കൗൺസിലർ നമ്മുടെ നല്ല ഇതിലാണ്, പുള്ളിയും കണ്ടിരുന്നു, മെനങ്ങാന്ന് ഇവിടെ വന്നിരുന്നു. പക്ഷേ സർക്കാരിനൊരു പരിമിതിയുണ്ട്, പട്ടികളെ എവിടെ കൊണ്ടുപോകും. നഗരസഭയുടെ പല ഭാഗങ്ങളിലും തെരുവുനായ ആക്രമണം വലിയ രീതിയിൽ തുടരുമ്പോഴും കൃത്യമായി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും അതിലൊരു ഇടപെടൽ നടത്തുന്നില്ല, തെരുവുനായ നീക്കം ചെയ്യുന്നതിലടക്കം കൃത്യമായ ഒരു ഏകോപനം നടക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് LDFിൻ്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തേക്ക് കോർപ്പറേഷനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. ഒരു ശസ്ത്രക്രിയ കൂടി ഈ ഒരു ഗൃഹനാഥരായിട്ടുള്ള ചന്ദ്രന് ഇനിയും വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വളരെ നിരാലംബരായിട്ടുള്ള കുടുംബമാണ്. ഇവിടെ വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അത് ആശുപത്രിയിലടക്കമാണ് ഇപ്പോൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനായാലും ഇതിൽ ഒരു കൃത്യമായൊരു പരിഹാരമാണ് ഈ പ്രദേശവാസികളും റെസിഡൻസ് അസോസിയേഷനും അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരത്തെ ഈ ഒരു വാർഡിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലും തെരുവുനായ ആക്രമണം വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഇടയാക്കുന്നുണ്ട്. കാരണം സ്കൂളടക്കം തുറന്നൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഒറ്റപ്പാലത്ത് തെരുവുനായയുടെ ആക്രമണം 7 പേർക്ക് കടിയേറ്റു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. നായയുടെ കടിയേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത്. നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്.
25 സെന്റിന് താഴെയുള്ള ഭൂമി തരം മാറ്റത്തിന്റെ അപേക്ഷ ജില്ലാതല അദാലത്തിലൂടെ പരിഹരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. ഉപാധികളില്ലാത്ത പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ മുൻപിലുള്ള ലക്ഷ്യം. നിയമങ്ങൾ കാലഘട്ടത്തിന് അനുസൃതമായി മാറണം. ഇത് സംബന്ധിച്ച് പഠനം നടക്കും. റിപ്പോർട്ട് ലഭ്യമായ ഉടൻ നിയമങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും എ.പി. അനിൽകുമാർ പറഞ്ഞു. പ്രധാനമായി വരുന്നത് പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ പട്ടയങ്ങൾ പരമാവധി വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഉപാധികളില്ലാത്ത പട്ടയം നൽകുന്നതിന് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കേണ്ട ഭാഗമായിട്ട് അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കുകയും ആ കമ്മിറ്റി ഉടൻ തന്നെ കമ്മിറ്റി വരും. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായ മാറ്റം വരും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർക്കെതിരെ പ്രചരിപ്പിച്ചതെന്ന പേരിൽ വിവാദത്തിലായ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്ത ശേഷം അതിവേഗമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും CPM DYFI നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ UDF ആരോപണം ഉന്നയിച്ചിരുന്ന DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. റിബേഷിന് പുറമെ അമ്പാടിമുക്ക് സഹാക്കൾ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനായ മനീഷ്, റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗമായ അതുൽ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവയ്ക്കപ്പെട്ടത് ഇത്തരം ഇടത് അനുകൂല ഗ്രൂപ്പുകളിലാണെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേസിൽ ആരോപണ വിധേയനായതിൻ്റെ പശ്ചാത്തലത്തിൽ റിബേഷ് രാമകൃഷ്ണൻ DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റിയായാണ് അദ്ദേഹം തുടരുന്നത്. ഒപ്പം വിവാദ ചിത്രം ആദ്യം പങ്കുവച്ച വടകര സ്ക്വാഡ് ഗ്രൂപ്പിൻ്റെ അഡ്മിനും DYFI നേതാവുമായ ജിതിൻ ഭാസ്കറിൻ്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. എങ്കിലും ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ലഭ്യമായിട്ടില്ല. ഈ സ്ക്രീൻഷോട്ട് തനിക്ക് ലഭിച്ചതിൻ്റെ ഉറവിടം അറിയില്ല എന്നാണ് അന്വേഷണ സംഘത്തോട് ജിതിൻ മൊഴി നൽകിയിരിക്കുന്നത്. വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ നിന്നാണ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഇത്തരം ഇടത് കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ DYFI CPM പ്രവർത്തകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ഈ കേസിലെ പ്രതിയായ MSF നേതാവ് കാസിമിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കാസിമിൻ്റെ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അദ്ദേഹമല്ല ഇത്തരം ഒരു പോസ്റ്റ് നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷണമായി ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. കമ്പനികാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് അപേക്ഷ പരിഗണിക്കുക. വീണ ടിയും എക്സാലോജിക്കും CMRLുമായി ഉണ്ടാക്കുന്ന കരാറിലടക്കം 134 സുപ്രധാന രേഖകൾ വേണമെന്നാണ് EDയുടെ ആവശ്യം. വീണയുടെയും CMRLന്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾക്ക് പുറമെ വീണയുടെ IT റിട്ടേണിന്റെ വിശദാംശങ്ങളും തേടിയിട്ടുണ്ട്. കേസിൽ വീണ ടി അടക്കമുള്ള പ്രതികൾക്ക് ED സമൻസ് അയക്കാൻ നീക്കം നടത്തുന്നതിനിടയിലാണ് ഇത്. ഇതിനിടെ ED ഡയറക്ടർ രാഹുൽ നവീൻ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം തൃപ്തികരമെന്ന് വിലയിരുത്തിയ ശേഷം അദ്ദേഹം പഴുതടച്ച അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നിരയിലെ നനഞ്ഞ കോഴി എന്ന G സുധാകരന്റെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി H സലാമും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു. G സുധാകരന് പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സലാം നവമാധ്യമത്തിൽ കുറിച്ചു. 2021 താൻ മത്സരിച്ചപ്പോൾ G സുധാകരൻ എന്തിന് തെരഞ്ഞെടുപ്പിൽ പണം പിടിച്ചു? കണക്ക് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നും സലാം ചോദിച്ചു. മുസ്ലിം ലീഗിനെ മലപ്പുറത്തെ ഒരുതരം ലീക്ക് എന്ന് മുൻപ് പറഞ്ഞ സുധാകരൻ ഇപ്പോൾ മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വന്തം കാര്യം കാണാൻ ഏതറ്റം വരെയും പോകുന്ന സുധാകരൻ അഭിനവ പാഷാണം വർക്കിയായി മാറിയിരിക്കുകയാണെന്നും ചന്ദ്രബാബു പരിഹസിക്കുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. ഏരിയാതലം വരെയുള്ള ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ച റിപ്പോർട്ടിനാണ് ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സമിതി അംഗീകാരം നൽകുക. 10 വർഷത്തെ തുടർഭരണം ജനങ്ങളിൽ പാർട്ടിക്കെതിരെ വികാരമുണ്ടാക്കിയെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. സമഗ്രമായ തിരുത്തൽ ലക്ഷ്യമിട്ടാണ് CPMന്റെ നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നത്. ഏരിയ തലം വരെ, പൊളിറ്റ് ബ്യൂറോ മുതൽ ഏരിയ തലം വരെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ചർച്ച നടന്നു. അവിടെ ഉണ്ടായ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടാണ് സംസ്ഥാന സമിതി ഭേദഗതികളോടി അംഗീകരിക്കുക. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് നേരിട്ട് CPM ഈ റിപ്പോർട്ടിലും പറയുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനു പകരം 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെതിരെ സ്വാഭാവികമായ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് 10 വർഷം ഭരിച്ചില്ല, ഇനി മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന ചിന്ത പാർട്ടി അണികൾ പോലും ഉണ്ടായി എന്ന ഒരു വിലയിരുത്തൽ CPMന്റെ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു വലിയ പരാജയത്തിലേക്ക് മുന്നണി പോയത്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചു എന്ന് CPM വിലയിരുത്തുന്നില്ല. പകരം 2016-ലും 2021-ലും ന്യൂനപക്ഷ വോട്ടുകൾ സാധാരണ ലഭിക്കുന്നതിലധികമായി ഇടതുമുന്നണിക്ക് CPMന് ലഭിച്ചു. ആ വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ല. 2016-ലും 2021-ലും വലിയൊരു വിജയം ഇടതുമുന്നണിക്ക് മലബാറിലടക്കം ഉണ്ടായത്, വലിയ മുന്നേറ്റം ഉണ്ടായത് ന്യൂനപക്ഷ വോട്ടുകൾ, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ മുന്നണിയിലേക്ക് വന്നതുകൊണ്ടാണ്. അത് ഇത്തവണ ഉണ്ടായില്ല. അതാണ് പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയതെന്ന് CPM വിലയിരുത്തുന്നു. BJPയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്ന് സെക്രട്ടേറിയറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. 3 സീറ്റുകളിൽ BJP ജയിച്ചത് മാത്രമല്ല 6 രണ്ടാമതും BJPയാണ് വന്നത്. അതൊക്കെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണെന്ന് CPM വിലയിരുത്തുന്നു. വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതെ തിരിച്ചടിയായെന്ന അഭിപ്രായം CPMൽ ശക്തമാണ്. റിപ്പോർട്ടിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് CPM സമ്മതിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷയേക്കാൾ തിരിച്ചടി ഉണ്ടാക്കി. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതുമൊക്കെ തിരിച്ചടി ഉണ്ടാക്കി എന്നാണ് CPM വിലയിരുത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള അന്തിമ റിപ്പോർട്ടാകും CPM തയ്യാറാക്കുക. പ്രായോഗിക തിരുത്തൽ നടപടികൾ വേണം, അതെല്ലാ തലങ്ങളിലും വേണം. സംസ്ഥാന സെക്രട്ടറി മാറണമെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ അതിലേക്ക് CPM കടക്കില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ആവശ്യമുണ്ട്. അത് CPM തയ്യാറാകില്ല. പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംഘടിപ്പിക്കണമെന്നടക്കമുള്ള അഭിപ്രായങ്ങൾ ഏത് തരത്തിൽ CPM ഉൾക്കൊള്ളുമെന്നാണ് ഇനി അറിയേണ്ടത്. പാർട്ടി പ്രവർത്തകർ നേതാക്കളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, അവിടെ തിരുത്തൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു പാർട്ടി പ്ലീനം, സംസ്ഥാന പ്ലീനം വിളിച്ചു ചേർക്കാനും CPM ആലോചിക്കുന്നുണ്ട്. നേതൃത്വ തലവേദനയായി KPC പുനഃസംഘടന. KPC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് 10 നേതാക്കന്മാർ രംഗത്തുണ്ട്. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ 5 MPമാരും ജോസഫ് വാഴക്കൻ, KC ജോസഫ്, MM ഹസൻ, മാത്യു കൊൾനാടൻ, ചാണ്ടി ഉബൻ തുടങ്ങിയവരും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. മുഴുവൻ സമയ ചുമതലയുള്ള അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ ചേർന്ന KPCCയുടെ വിശാല നേതൃയോഗത്തിലാണ് KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ പോയപ്പോൾ മുതൽ തന്നെ KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി MPമാരിൽ ചിലർ ചരടുവലികൾ തുടങ്ങിയിരുന്നു. അതിൽ പ്രധാനമായി 5 പേരായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ആ 5 പേർക്ക് പുറമെ മറ്റ് 5 മുതിർന്ന നേതാക്കൾ കൂടി ഇപ്പോൾ അധ്യക്ഷ പദവിക്കായി രംഗത്തെത്തിയിരിക്കുന്നതാണ് സാഹചര്യം. MPമാരിൽ കൊടിക്കുന്നിൽ സുരേഷ്, ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരെ നേരിൽ കണ്ടുകൊണ്ട് ദളിത് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി മാറും, തന്നെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിച്ചാൽ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തെ നേരിൽ കണ്ട് തൻ്റെ നിലപാട് അറിയിച്ചതാണ്. സംസ്ഥാനത്തെ ദളിത് സംഘടനകളിൽ ഒരു വിഭാഗവും കൊടിക്കുന്നിലിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വലിയ ചരടുവലികൾ നടക്കുന്നതിനിടയിലാണ് സമാനമായ തരത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുൻപ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും രംഗത്തെത്തിയത്. ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ, അതോടൊപ്പം മധ്യ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തിപ്പെടുത്താൻ തങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യതയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആന്റോ ആന്റണി MPയും ബെന്നി ബെഹനാനും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇതേ യുവ പ്രാതിനിധ്യമാണ് അധ്യക്ഷ പദവിയിലേക്ക് വേണ്ടത്. സംഘടനാ തലത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ, യുവ സമൂഹത്തെ ഒപ്പം നിർത്താൻ ഷാഫി പറമ്പിലിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഷാഫിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം UDFന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശും
KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന വട്ടം വരെ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന നേതാവാണ് അടൂർ പ്രകാശ്. താൻ ഇഷ്ടപ്പെട്ടല്ല ആറ്റിങ്ങലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. അതേ അടൂർ പ്രകാശും വീണ്ടും KPCCയുടെ അമരത്തേക്ക് തന്നെ പരിഗണിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകാതിരുന്നതിൻ്റെ കുറവ് നികത്താൻ അധ്യക്ഷ പദവിയിലേക്ക് തന്നെ പരിഗണിക്കണം, ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം തന്നിലൂടെ ഉറപ്പാക്കാൻ കഴിയുമെന്ന ക്ലെയിമാണ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ 5 പേർക്ക് പുറമെയാണ് മുതിർന്ന നേതാക്കളായ KC ജോസഫ്, അതോടൊപ്പം ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. ജോസഫ് വാഴക്കന് അവസാന നിമിഷം ഏറ്റുമാനൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതാണ്. അന്ന് മുതൽ തന്നെ പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി ഉറപ്പ് നൽകിയതാണ് പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന കാര്യം. അങ്ങനെയാണ് KC വിഭാഗത്തിൻ്റെ കൂടി പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം ജോസഫ് വാഴക്കൻ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയാണ് ജോസഫ് വാഴക്കിന് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തിയത്. ആദ്യഘട്ടത്തിൽ ജോസഫ് വാഴക്കിന് ഏറ്റുമാനൂർ സീറ്റ് നിഷേധിക്കപ്പെട്ട സമയം മുതൽ തന്നെ വലിയ സമ്മർദ്ദം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ട് മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടെടുത്ത് നിന്നപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അദ്ദേഹവുമായി അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോഴും മുമ്പോട്ട് വെച്ച കാര്യം, തന്നെ മാത്രമല്ല തനിക്കൊപ്പം നിൽക്കുന്നവരെയും പരിഗണിക്കണം, ജോസഫ് വാഴക്കിനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തലയാണ് അന്ന് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചത്. ഇതൊക്കെ തനിക്ക് അനുകൂലമായി വരുമെന്ന പ്രതീക്ഷയിലാണ് ജോസഫ് വാഴക്കൻ. അതിനു പുറമെയാണ് A ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവായ KC ജോസഫും സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു, ഏറെ നാളായി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താണ്, അതുകൊണ്ട് പാർട്ടിയുടെ തലപ്പത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം KC ജോസഫും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സമാനമായ തരത്തിൽ മുൻ KPCC അധ്യക്ഷരായിരുന്ന MM ഹസനും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അദ്ദേഹം വിശാല നേതൃയോഗത്തിലും ആവശ്യം ഉന്നയിച്ചതായി എന്ന വിവരം. അതിനു പുറമെയാണ് യുവമുഖങ്ങളായ മാത്യു കുഴൽനാടനും ചാണ്ടി ഉമ്മനും KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. KC പക്ഷത്തെ പ്രധാന നേതാവാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ KC വിഭാഗത്തിൽ ഒരു യുവനിരയുടെ പൂർണ്ണ പിന്തുണ മാത്യു കുഴൽനാടന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അധ്യക്ഷ പദവിക്ക് വേണ്ടി മാത്യു അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം ചാണ്ടി ഉമ്മനാകട്ടെ മന്ത്രിസഭയിൽ അവസാന നിമിഷം വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖം, ഓർത്തഡോക്സ് സഭയുടെ മുഖം. പക്ഷേ സഭയ്ക്ക് പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ലഭിച്ചില്ല. ആ കുറവ് നികത്താൻ ഈ പാർട്ടിയുടെ നിർണായകമായ ഒരു പദവിയിലേക്കെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യം കൃത്യമായി ചാണ്ടി മുമ്പോട്ട് വെക്കുന്നുണ്ട്. ചാണ്ടിയെ അനുകൂലിക്കുന്നവരും ഇതേ ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ 10 പേരിൽ ഒരാൾ KPCCയുടെ അമരത്തേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്, സസ്പെൻസ് തുടരുകയാണെന്ന് പറയാം. ഏതൊക്കെ ഫാക്ടേഴ്സ്, സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം മറ്റ് നേതാക്കൾക്ക് കൂടി സ്വീകാര്യതയുള്ളൊരു മുഖം അധ്യക്ഷ പദവിയിലേക്ക് എത്താനാണ് നിലവിലെ സാഹചര്യം. അങ്ങനെയെങ്കിൽ നിലവിൽ MP മാരോ MLA മാരോ ആയവരെ പരിഗണിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് പദവികളൊന്നുമില്ലാതിരിക്കുന്ന ആരെങ്കിലും പരിഗണിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. ശരി. നെയ്യാറ്റിൻകര വെടിവച്ചാൻകോവിലിൽ മുൻകാല സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും 18കാരൻ ശിവസൂര്യ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. വെടിവച്ചാൻകോവിൽ സ്വദേശികളായ അജിത്ത്, കാർത്തിക്, ആരോമൽ, പ്രിയദർശൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. 4 പേർക്കും 18നും 20നും ഇടയിലാണ് പ്രായം. കൊച്ചിയിൽ റോഡിൽ വെള്ളമൊഴുകുന്നത് മണ്ണിട്ട് തടഞ്ഞത് ചോദ്യം ചെയ്ത യുവതിക്ക് നേരെ ക്രൂരമായ ആക്രമണം. അയ്യമ്പള്ളിയിൽ ഇന്നലെയാണ് അയൽവാസി യുവതിയെ ആക്രമിച്ചത്. ഇരുമ്പ് ചൂല് കൊണ്ടുള്ള ആക്രമണത്തിൽ യുവതിക്ക് കഴുത്തിൽ ഗുരുതര പരിക്കേറ്റു. കലാകാരിയായ ഷീജ കളപ്പുരയ്ക്ക് നേരെയാണ് ആക്രമണം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേസിൽ നിസ്സാര വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് എന്നും ഷീജ ആരോപിച്ചു. ഇഷ്ടമല്ല തോണ്ടാനും പിച്ചാനും വന്നിട്ട് ഞാൻ നിന്ന് അതെ ഇഷ്ടമല്ല ഇതിനകത്ത് കയറി വന്ന് താൻ എന്നെ കൈവച്ചതാ. പിന്നെ ഞാനതിന് നിന്നേരാത്തോണ്ടല്ലേ പല തവണ വന്ന് താൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. പൊന്മുടി വിതുരയിൽ ടൂറിസ്റ്റ് ട്രാവലറിന്റെ ചില്ലുകൾ മുഖമൂടി സംഘം അടിച്ചു തകർത്തു. പൊന്മുടിയിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വിതുര ഇരുത്തലമൂലയിലാണ് ട്രാവലർ ആക്രമിക്കപ്പെട്ടത്. പാട്ടുവെച്ച് ഡാൻസ് ചെയ്തതിനെ തുടർന്ന് പൊന്മുടിയിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ആക്രമണം.
തൃശൂരിൽ ലൈഫ് ഗാർഡുമാർ ഓഫീസിൽ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശ മേഖലയെയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കാനുള്ള ലൈഫ് ഗാർഡുമാരാണ് മദ്യപിക്കുന്നതും അബോധാവസ്ഥയിൽ ഓഫീസിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനകാലത്തിന് സുരക്ഷയൊരുക്കാനുമായി സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. മത്സ്യസമ്പത്ത് ഇതിനാശ്വാസമാകുമ്പോൾ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വരുമാന പ്രതിസന്ധിയും ആശങ്കയാവുകയാണ്. 50 വർഷങ്ങൾക്ക് മുൻപ് മലയോര കർഷകർ മുൻകൈയെടുത്ത് നിർമ്മിച്ച ഒരു പാലമുണ്ട് കരുവാരക്കുണ്ട് മാമ്പറ്റയിൽ. ഒലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കഷ്ടി 3 മീറ്റർ മാത്രം വീതിയുള്ള ഈ പാലം ഇന്ന് കൈവരികൾ ഒന്നുമില്ലാതെ അപായ ഭീഷണി ഉയർത്തുകയാണ്. 1976 ജനപങ്കാളിത്തത്തിൽ മാമ്പറ്റപ്പാലം യാഥാർത്ഥ്യമായത്. ഒലിപ്പുഴയ്ക്ക് കുറുകെ വന്ന പാലം കൽക്കുണ്ട്, ചേരി, ആർത്തല നിവാസികൾക്ക് വലിയ സഹായമായി. മേഖലയിലെ പ്രദേശത്തെ തോട്ടം മേഖലയുടെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനമായി മാമ്പറ്റപ്പാലം മാറി. ഇന്നിപ്പോൾ ഈ പ്രദേശം വിനോദസഞ്ചാര മേഖല കൂടിയാണ്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടമടക്കം ഏറെ സഞ്ചാരികളെത്തുന്ന പ്രദേശങ്ങളിലേക്ക് മാമ്പറ്റപ്പാലം വഴി തന്നെ വേണം പോകാൻ. ഒട്ടേറെ റിസോർട്ടുകളും ഇപ്പോൾ ഇവിടെയുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടും കാലാനുസൃതമായി പാലം പുതുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൈവരി കെട്ടുകയല്ല, പാലത്തിന്റെ വീതി കൂട്ടുകയോ അതല്ലെങ്കിൽ പുതിയ പാലം നിർമ്മിക്കുകയാണ് വേണ്ടതെന്ന് നാട്ടുകാർ. ഒന്നുകിൽ പാലം വീതി കൂട്ടണം, അല്ലെങ്കിൽ സമാന്തരം വേറെ പാലം വരണം. കൈവരി വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കൈവരിച്ചുകൊണ്ട് പാലം കാര്യമില്ല, വീതി ഇല്ലല്ലോ. 2 വാഹനം പോകാൻ കഴിയുന്നില്ല. ഒരു വാഹനം വരുമ്പോൾ ഓട്ടോറിക്ഷ വന്ന് നമുക്ക് അതില്ല. അത്ര കാര്യം നടക്കില്ല. കൈവരി വേണ്ട, കൈവരിയല്ലേ വേണ്ട. കൈവരി വെച്ച് സുരക്ഷയല്ലേ വേണ്ടത്. പാലത്തിന് വീതി കൂട്ടണം, പാലം ഹൈറ്റ് കൂട്ടണം, അതാ വേണ്ടത്. മുൻപ് പുതിയ പാലത്തിന് വേണ്ടിയുള്ള പ്രാഥമിക പഠനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ ഓർമ്മിക്കുന്നു. ഇവിടെ പ്രൊജക്ട് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ അറിയണമെങ്കിൽ ഇതിന്റെ ഗവൺമെന്റിന്റെ പേപ്പറോട് കൂടി ചർച്ച ചെയ്താൽ കിട്ടുന്നതാണ്. 4 കോടിയാണ് ഇതിന് പാസ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് അല്ല, പാസ്സായി കിടക്കുന്നുണ്ട്. അത് ഈ റോഡ് ആ കയറ്റവും ഈ കയറ്റം കൂടി ഒന്നിച്ച് സമനില പഠിപ്പിച്ച് അടിച്ചു പോകാനുള്ളതാണ്. ഇവിടെ മറ്റൊരു വന്ന് പരിശോധന നടത്തി പാറൊക്കെ കണ്ടുപോയി ഇവിടെ മാർക്കും ചെയ്തു പോയിട്ടുണ്ട്. ഇല്ലല്ല, അത് എന്താ പുതിയ പാലം കുറച്ച് ഹൈറ്റ് വേണം. ഇവിടെ സൈലന്റ് വാലി വനമേഖലകളിൽ നിന്നാണ് ഒലിപ്പുഴ ഉത്ഭവിക്കുന്നത്. അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിലിൽ പാലം മൂടുന്നത് ഇവിടെ പതിവാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഉയരത്തിൽ വീതിയുള്ള ശക്തമായ പാലമാണ് ഇവിടെ ഇനി വേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. മാറിയ UDF ഭരണത്തിൽ MLA AP അനിൽകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയായതും പ്രദേശം പരിചയമുള്ള PK ബഷീർ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായതും ഈ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഈ തിരക്കിട്ട ജീവിതത്തിൽ ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ഒരു വ്യത്യസ്തനായ പോലീസുകാരനെ കുറിച്ച് അറിയണം. പേര് രതീഷ് ഗോപകുമാർ. ചേർത്തല പോലീസ് സ്റ്റേഷനിലെ ASI ആണ്. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചും ജോലി തിരക്കിനിടയിലും പഴവറ കൃഷി നടത്തി ആനന്ദം കണ്ടെത്തുകയാണ് രതീഷ്. കാക്കിക്കുള്ളിലെ ആ കർഷകന്റെ ജീവിതത്തിലേക്ക് പോകാം. 4 വർഷം മുൻപ് ക്യാൻസർ രോഗം പിടിപെട്ടതോടെയാണ് പോലീസുകാരനായ രതീഷിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നത്. അന്നുവരെയും ആരോഗ്യ സംരക്ഷണത്തിന് ഒട്ടും പ്രാധാന്യം നൽകാതിരുന്ന ഉദ്യോഗസ്ഥൻ രോഗബാധിതനായി ചികിത്സയിലായതോടെ രതീഷ് മടിപിടിച്ച് വീട്ടിലിരുന്നില്ല. വൈക്കം വടയാറുള്ള തന്റെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ കൃഷികൾ തുടങ്ങി. വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ഇപ്പോൾ രതീഷിന്റെ വീട്ടിലുണ്ട്. അതിൽ ജബൂട്ടിക്കയുടെ വിവിധതരം വെറൈറ്റികളാണ് രതീഷിന്റെ ഫാമിലെ പ്രത്യേകത. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതിൽ. നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ തൊലി ചുളിയാതിരിക്കും. എനിക്ക് 49 വയസ്സ് പ്രായമുണ്ട്, തൊലി ചുളിയത്തില്ല. അങ്ങനെ നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അദ്ദേഹത്തിലേക്കുള്ള രക്തം ക്ലോട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ഇതാണ്. ഈവൻ ക്യാൻസറിനെ പോലും ഇത് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു മരമുന്തിരിയാണ്. സബാറ മുന്തിരി, റെഡ് ഹൈബ്രിഡ്, ജയന്റ് റെഡ് ക്രിസ്റ്റൽ, ഗ്രാൻഡ് ഫോളിയ, വൈറ്റ് ഓറിയാന, ഗ്രിമാൽ, എസാൽക്ക് തുടങ്ങി 20ഓളം ഇനങ്ങളിലുള്ള മരമുന്തിരികൾ. റംബൂട്ടാൻ, സപ്പോർട്ട, ചാമ്പ, പേര, പ്ലാവ്,
തായ്ലൻഡ് ചാമ്പ, മാംഗോസ്റ്റിൻ, ബറാബ, മൾബറി തുടങ്ങി 50-ലധികം പഴവർഗ്ഗങ്ങൾ ഈ തോട്ടത്തിലുണ്ട്. വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ പലതും തറകെട്ടി ഉയർത്തിയും വലിയ വീപ്പയിലുമാണ് നട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് നനയ്ക്കാൻ വീടിനോട് ചേർന്ന് 2 കുളങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നിറയെ മത്സ്യങ്ങളാണ്. ഈ അബിയു ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സെപ്റ്റംബർ തൊട്ട് ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ സീസൺ. നമുക്ക് ജൂണായിട്ട് നമുക്കിപ്പോഴും ഉണ്ട്. ഇപ്പോൾ സീസൺ തീരെയാണ്. ഈ അബിയുവിൻ്റെ പ്രത്യേകത എന്താ? വൈറ്റമിൻ സി ഏറ്റവും കൂടുതലാണ്. നമുക്ക് കണ്ണിന് ഏറ്റവും നല്ലതാണ് കാഴ്ച. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി വിപുലമാക്കണമെന്നാണ് ആഗ്രഹം. 2019 മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച ഉദ്യോഗസ്ഥനാണ്. ജോലി തിരക്കിനിടെ സമയമില്ലെന്ന് പറയുന്നവർക്ക് മാതൃകയാണ് വൈക്കം സ്വദേശിയായ ഈ പോലീസുകാരൻ. ന്യൂസ് 18 വൈക്കം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി മലപ്പുറം വട്ടംകുളം യോഗാ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് തക്ഷശില റിസോർട്ടിൽ ജലശയനം നടത്തി. ജലശയനം സ്വായത്തമാക്കിയാൽ മുങ്ങിമരണം നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് യോഗാചാര്യന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ വിദ്യ ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെയുള്ള സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. രക്ഷാധികാരി വിജയൻ മാഷ് നേതൃത്വം നൽകിയ ജലശയനത്തിൽ യോഗാസനം മലപ്പുറം സെക്രട്ടറി വിനോദ് കുമാർ PT ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,905, പവന് 1,11,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,485, പവന് 91,880. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവുമായി ടോം ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.